എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണെന്നാണോ? അതൊക്കെ ചോദിക്കേ വെറുതെ. ഇത്രയും കൊല്ലം ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിട്ട് എന്ത് നേടിയെന്നാണോ? അതല്ലേ ഉദ്ദേശിച്ചത്. എന്റെ ഉള്ളിലുണ്ടല്ലോ ഞാൻ നയൻതാരയാണ്. ഇപ്പോഴത്തെ അമേരിക്കയിലെ പ്രസിഡന്റ് ആരാണ്? ആരാ? ജോർജ് ബുഷ്. എന്നാ ചിറാപ്പൂഞ്ചിയിലോ? ആസമില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല. സെറ്റില് പോയിട്ട് അങ്ങനെ ചീത്ത അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തെങ്കിലും തുണ്ടു തമാശ അങ്ങോട്ട് പറഞ്ഞെങ്കിൽ എന്നുവെച്ചാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏട്ടന്മാരെന്നെ പറയും ഒരു വികാരവും തോന്നൂല്ല. നമ്മൾ നിക്കുന്ന പോലെ ഇരിക്കും. നമുക്ക് എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ എളുപ്പത്തിൽ ഫേമസ് ആവണമെങ്കിൽ നമ്മൾ പെട്ടുപോകും. ചേച്ചിയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലും ചേച്ചിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾക്കൊരു നിലപാട് വേണം. നോന്ന് നോ പറയേണ്ടടുത്ത് ഇല്ല ചേട്ടാ ഞാൻ അങ്ങനെ ഇല്ല, വിളിക്കില്ലേ, വേണ്ടാന്നേ, നമ്മളെ വേറെ ആരെങ്കിലും വിളിക്കും. ഹായ് ഹലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ മായ കൃഷ്ണയാണ്. ഇന്ന് പ്രൈം പോഡ്കാസ്റ്റിൽ അനീനയ്ക്കൊപ്പം ഞാനാണ് വരുന്നത്. സോ ഹായ് എവ്രിവൺ, ഇന്ന് എന്റെ കൂടെ പ്രൈം പോഡ്കാസ്റ്റിലുള്ളത് നമ്മുടെ സ്വന്തം മായ ചേച്ചിയാണ്. സോ മായ ചേച്ചി വെൽക്കം. താങ്ക് യു. ചേച്ചി വന്നപ്പോ തൊട്ട് ഭയങ്കര ചിരിച്ചു കളിച്ചാണ് ഇരിക്കണത്. ഇപ്പോഴും ചിരിക്കണോ? ചേച്ചി ശരിക്കും ഇങ്ങനെ തന്നെയാണോ? എനിക്ക് ചിരിക്കാനും ഇഷ്ടമാണ്, മറ്റുള്ളവരെ വേർപ്പിച്ച് ചിരിപ്പിക്കാനും ഇഷ്ടമാണ്. അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത്. എപ്പോഴും ചിരിച്ചോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്നെ ഗ്ലൂമി ആയിട്ടിരിക്കാൻ ഇഷ്ടമല്ല. ആണോ? എപ്പോഴും ചിരിച്ചോണ്ട്. ഇനിയിപ്പോ വിഷമമുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ചു നേരം ഒരു വിഷമം ഉണ്ടാവും. അത് കഴിയുമ്പോ വല്ല തമിഴ് പാട്ടൊക്കെ കേൾക്കുമ്പോ പോട്ടെ ഇനി അടുത്ത പ്രാവശ്യം ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് പിന്നെയും അത് മറന്നു പോവും പെട്ടെന്ന്. അപ്പൊ സങ്കടങ്ങളൊന്നും നോക്കാറില്ല? ഇല്ല. ഓക്കെ, എന്നാ ഞാൻ ആദ്യം ചോദിക്കട്ടെ, പുതിയ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? പുതിയതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വന്തം പുണ്യാളൻ, അർജുന അശോകനും അനശ്വരിയും ഒക്കെ ഉള്ള പടമാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്തായിരുന്നു ക്യാരക്ടർ? അതില് ഒരു പള്ളിയിൽ നിൽക്കുന്ന ഒരു സർവന്റിന്റെ ക്യാരക്ടർ ആയിരുന്നു. അതൊരു മൂന്ന് സീൻ ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളത് നല്ലതാ. ഉള്ള സീന് നന്നായിട്ട് കാണിക്കുന്നതും ഡയലോഗൊക്കെ ഉള്ള നല്ല സീനാണ്. പിന്നെ സെറ്റും അടിപൊളിയായിരുന്നു. അർജുനും പിന്നെ ബാലുവും ഒക്കെ അടിപൊളിയായിരുന്നു. അനശ്വര സൂപ്പറാണ്. അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അനശ്വര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളതിന് മുന്നേ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, കോമഡി സ്റ്റാഴ്സിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് എന്നെ ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് ഓർമ്മ കാണില്ലല്ലോ. ചേച്ചി നല്ല ഓർമ്മ ഉണ്ട് പറഞ്ഞു. അപ്പൊ അമ്മയും അവളൊക്കെ ആയിട്ട് നല്ല കമ്പനി. പിന്നെ ബാലുവും അറിയാം. അർജുനെ പിന്നെ അശോകേട്ടന്റെ സ്റ്റേജ് ഷോക്കൊക്കെ പോകുമ്പോ അർജുനെ വീട്ടിലുണ്ടെങ്കിലും കണ്ടിട്ടുണ്ട്. പരിചയമുണ്ട്. ചേച്ചി അപ്പൊ എത്ര നാളായി ഇപ്പൊ ഈ ഫീൽഡിലേക്ക്? ഇപ്പൊ 14 വർഷമായി. 14 വർഷം. ഞാൻ 2012 വന്നേ. 2014 14 തന്നെയല്ലേടാ? അല്ല 14 വർഷമല്ലേടോ? ഒന്ന് കൂട്ടി നോക്കി നോക്ക്. 2012 വന്നേ, അത് എനിക്കറിയാം. 2010 2012 10 22 23 24 25 15 ആവണോ? ശരി 12 വന്നേ. അപ്പൊ ഇത്രയും കൊല്ലം ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിട്ട് എന്താണ് എന്ത് നേടിയെന്നാണോ? അതല്ലേ ഉദ്ദേശിച്ചത്. എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ആഗ്രഹിച്ച ലെവലിലെത്തി. അതെനിക്ക്, അതായത് എനിക്ക് അഭിനയിക്കണം. അത് എന്താ പറയാ, ഇപ്പൊ ഒരു സീരിയൽ ആണെങ്കിൽ മെയിൻ ആവണം, അല്ലെങ്കിൽ സിനിമയിൽ പോയിട്ട് മെയിൻ കഥാപാത്രം വേണം, ഡയലോഗ് ഉള്ളത് വേണം. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അഭിനയിച്ചാ മതി, അതിലുണ്ടായാ മതി. ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ അത്രയ്ക്കുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ പറ്റി നല്ല ആത്മവിശ്വാസമായിരുന്നേ. അതുകൊണ്ട് അതല്ല, ഞാൻ ചെറുപ്പത്തിൽ തന്നെ എല്ലായിടത്തും പറഞ്ഞതാണ്, ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം എന്ന് എല്ലാവരോടും പറയും. ടീച്ചേഴ്സിനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും. അപ്പൊ എല്ലാവർക്കും പഠിച്ച് എന്തെങ്കിലും ഒരു നിലയിലെത്തണം എന്ന് ആഗ്രഹം, ടീച്ചർ, ഡോക്ടർ, അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അഭിനയിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ തന്നെ എല്ലാവരും എന്നെ കളിയാക്കും, അഭിനയിക്കാൻ ഭംഗി വേണം, കളർ വേണം എന്നൊക്കെ. അന്ന് ഉണ്ട്, പണ്ടുണ്ടായിരുന്നു. പണ്ട് കളറുള്ള കുട്ടികളെ നോക്കിയിട്ടാണ് ഫ്രണ്ടിൽ നിർത്തുക. ഒരു ഡാൻസിനാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാ. അത് ശരിയാ. നമുക്ക് അനുഭവമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് നമുക്ക് കളർ കുറവാണെങ്കിൽ കുറച്ച് ആ കുട്ടീനെ ഒന്ന് ബാക്കിൽ നിർത്തിക്കോളൂ കേട്ടോ, എന്നിട്ട് വെളുത്ത കുട്ടീനെ ഫ്രണ്ടില്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഒരു ഇതൊക്കെ ഉണ്ടാവും, അയ്യോ കളറില്ലാത്തോണ്ടല്ലേ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ മറക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ മറക്കും. അപ്പൊ എനിക്ക് അഭിനയിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എല്ലായിടത്തും പറയും അത് മേക്കപ്പ് ഇട്ടാ പോരെ, അപ്പൊ കളർ വരില്ലേ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നേ. അപ്പൊ എനിക്ക് എന്നെ പറ്റിയിട്ട് തന്നെ ഒരു ഇതുണ്ട്, കളർ കുറവാണ്, പിന്നെ ഭയങ്കരമായിട്ടുള്ള ഭംഗിയല്ല എന്ന്. അതുകൊണ്ട് എനിക്ക് ഇതിലും എന്തെങ്കിലും ആയേ പറ്റൂ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് നമ്മുടെ ലുക്കിനനുസരിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി. പക്ഷെ അഭിനയിക്കണം,
അത് മാത്രമേ ഉണ്ടായിരുന്നു. അഭിനയിക്കണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ എല്ലാവരും തോൽപ്പിച്ച് ഇല്ല ഇന്ന ക്യാരക്ടർ കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ, അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ പാസിംഗ് ആണെങ്കിലും ഞാൻ പോയി ചെയ്യും. ഇപ്പൊ ചിലപ്പോ പണ്ടൊക്കെ വിളിക്കുമ്പോ മായ ഡയലോഗ് ഇല്ല, വെറുതെ പാസിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ, ആ കുഴപ്പമില്ല, അതിലുണ്ടല്ലോ സിനിമ, അങ്ങനെ എന്നെ വിളിച്ചല്ലോ എന്നാ ഞാൻ ആലോചിക്കാറ്. വളരെ ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാ. അതെ, എന്റെ ഉള്ളിലുണ്ടല്ലോ ഞാൻ നയൻതാരയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമോ ഒന്നുമില്ല. സിനിമയെ പാരമ്പര്യവും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ ഇരുന്നിട്ടും ചേച്ചി ഇപ്പൊ ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നുണ്ട്, അതെങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും ഒന്ന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം തന്നെയാണ്. രണ്ടാമത് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ ആദ്യമായിട്ട് നമ്മളെ ഗ്രൂമേഴ്സ് ഒരുപാട് പേരുണ്ട്. നമ്മുടെ പ്രിയങ്ക ചേച്ചി ഉണ്ട്, പ്രിയങ്ക അനൂപ്, സീരിയലൊക്കെ ചെയ്യണം. ആദ്യം സിനിമ ചെയ്തതാണ് ചേച്ചി, ഇപ്പൊ സീരിയലാ ചെയ്യണേ. പ്രിയങ്ക ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട് അനൂപ്, അവര് ഗ്രൂമർ ആയിരുന്നു പണ്ട്. അപ്പൊ ആ ചേട്ടൻ, അതുപോലുള്ള കുറെ ഏട്ടന്മാർ അന്ന് ഗ്രൂമേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നവർക്ക് തോന്നിയിട്ടായിരിക്കും അവര് കുറച്ച് ഡയലോഗൊക്കെ ഉള്ള ചെറിയ സ്കിറ്റിലൊക്കെ അങ്ങനെ കയറ്റി തുടങ്ങി. ആദ്യം ഞാൻ ഡാൻസർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്കിറ്റിൽ കയറിയപ്പോ ഉർവശി ചേച്ചി ആയിരുന്നു അന്നത്തെ ജഡ്ജ്. അപ്പൊ ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ടല്ലോ മായ, അപ്പൊ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊടുക്കുക, അവള് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെറിയ റോള് കിട്ടി. പക്ഷെ 14 വർഷം എടുത്തു. എനിക്കിപ്പോ ഇത് 3ാമത്തെ സീരിയലായിട്ടേ ഉള്ളൂ. 14 വർഷം എടുത്തു, 3ാമത്തെ സീരിയലായിട്ടുള്ളൂ. അതെന്തോറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് പ്രൂവ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ചാനലിൽ ഇങ്ങനെ നമുക്ക് തന്ന റോള് നമ്മൾ ചെയ്ത് എന്നാ പിന്നെ വേറൊരു ക്യാരക്ടർ വരുമ്പോ മായയെ വിളിക്കാം, അത് വേറൊരു ക്യാരക്ടർ ചെയ്തപ്പോ നന്നായിരുന്നു, എന്നാ പിന്നെ ഈ ക്യാരക്ടർ അവള് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വിളിക്കാൻ തോന്നണ്ടേ. അങ്ങനെ ഇപ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ റോൾസ് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ അത്യാവശ്യം ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇവളധികം സിനിമയിലൊന്നും ഇല്ലല്ലോ, കോമഡി ഷോസ് മാത്രമല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കത് ഭയങ്കര സ്വർഗാണ്. വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മൾ ഈ മിനി സ്ക്രീനിലും ശ്രദ്ധിക്കപ്പെടുന്നവര് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടില്ല എന്നൊരു ധാരണ ചിലർക്കുണ്ട്. ചേച്ചിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും അതൊരു എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, എന്റെ കാര്യം ഞാൻ പറയണേ, എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ ഒരു ഭാഗ്യമാണ്. ഒന്ന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും, കഴിവ് വേണം, ഇല്ല എന്ന് പറയണില്ല. അതിലുപരി ഇപ്പൊ കഴിവുള്ള എത്രയോ നടിമാര് ഇല്ലാതിരിക്കുന്നുണ്ട്. അതുമാതിരി വലിയ അവാർഡ് കിട്ടിയവർ പോലും ചാൻസ് ഇല്ലാതെ ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട്. അതൊരു ഭാഗ്യ സിനിമ എന്ന് പറയണത്, ലക്കാണ്. ഇപ്പൊ ചിലപ്പോ ഒരു സീനിൽ വന്നവരായിരിക്കും ശ്രദ്ധിക്കപ്പെടുക, ഒരു ഡയലോഗിൽ വന്നവരായിരിക്കും ശ്രദ്ധിക്കുക. ഇപ്പൊ ഗോഡ് ഫാദറിലൊക്കെ ഒരു ചേച്ചിയില്ലേ, കമ്പിളിപ്പൊതപ്പ്, ആ ചേച്ചി അതിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നും ആൾക്കാർ ആ ചേച്ചിനെ ഓർത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവരിന്ന ത്രൂ ഔട്ട് ഉണ്ടോ? ഇല്ല, അതില് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് സിനിമ ഒരു ഭാഗ്യമാണ്. ഭാഗ്യം ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് അവസരങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോ പോയി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ അവസരത്തിലേക്ക് എങ്ങനെയാണ് ചേച്ചി എത്തിപ്പെട്ടത്? അത് നമ്മുടെ സിദ്ദിഖ് സാറാണ്, ഡയറക്ടർ സിദ്ദിഖ് സാറ്. ഇപ്പൊ ഇല്ല അദ്ദേഹം, പക്ഷെ അവരാണ് കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം മഴവിൽ മനോരമയില്, അതിലാണ് ഞാൻ വരുന്നത്. അപ്പൊ അതിലെ ജഡ്ജായിരുന്നു സാറും ഉർവശി ചേച്ചിയും പക്രു ചേട്ടനും. അപ്പൊ അതിലൊരു സാർ അന്ന് ഭാസ്കർ റാസ്കൽ എന്ന് പറഞ്ഞിട്ട് നയൻതാരയും മമ്മൂക്കയും വെച്ചിട്ട് ഒരു പടം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് എനിക്കൊരു സീൻ തന്നതാ. അതൊരു ജേർണലിസ്റ്റിന്റെ സീനാണ്, പക്ഷെ ആ ഡയലോഗ് മമ്മൂക്കോട് പറയുന്ന ഡയലോഗായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് വലിയൊരു ക്യാമറ വന്നത് തന്നെ. മമ്മൂക്കയുടെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞിട്ടാണ് ബിഗ് സ്ക്രീനിൽ തുടങ്ങണത്. അപ്പൊ ഈ മിനി സ്ക്രീനിൽ ചെയ്യുമ്പോഴും ബിഗ് സ്ക്രീനിൽ ചെയ്യുമ്പോഴുള്ള ചേച്ചിക്ക് വ്യത്യാസം തോന്നിയത് എന്താ? നല്ല വ്യത്യാസമുണ്ട്. പറയുമ്പോ എല്ലാം അഭിനയമാണ്, പക്ഷെ ഭയങ്കര വ്യത്യാസമുണ്ട്. സീരിയലിൽ കുറച്ചും കൂടെ നമ്മള് എക്സ്ട്രാ അഭിനയിക്കണം, കുറച്ചൊക്കെ. പക്ഷെ സിനിമയില് പുരികം പോലും അനക്കണ്ട, അങ്ങനെ ഒരു ഇതുണ്ട്. അത് സിനിമയില് നമ്മള് ഓവറായിട്ട് ചെയ്യണ്ട, ഒരു ഇതായിട്ട് ചെയ്താൽ മതി, ലൈറ്റായിട്ട് ചെയ്താൽ മതി. അപ്പൊ വലിയ നാച്ചുറലാണ്. അങ്ങനെ അത് ഒന്നുമല്ല. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ മമ്മൂക്ക വരുന്ന സീനുണ്ട്. അപ്പൊ മമ്മൂക്കയെ കണ്ടിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് മമ്മൂക്ക വന്നു എന്നുള്ള കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയണം. ഞാൻ ജേർണലിസ്റ്റ് ആണ്, അപ്പൊ മൈക്കും കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ ഞാൻ തിരിഞ്ഞപ്പോ ഞാൻ പിരിക അങ്ങനെ പൊക്കിയിട്ടാ തിരിഞ്ഞത്. തിരിഞ്ഞു നോക്കിയപ്പോ മമ്മൂക്കയുടെ കാറ് വരുന്നു എന്ന് അവർ പറയുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കണം.
അപ്പൊ സിദ്ദിഖ് സാർ പറഞ്ഞു, മായ എന്തിനാണ് പുരികം പൊക്കിയത് എന്ന് വെച്ചു. അതറിയാതെ വന്നതാ, ഞാൻ വേണച്ചിട്ടല്ല, ഞാൻ അറിയാം. അപ്പൊ എനിക്കറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അപ്പൊ പറഞ്ഞു പുരികം പൊക്കണ്ട, സാധാ നോർമലി ഒരാളെ തിരിഞ്ഞു നോക്കുമ്പോ എങ്ങനെയാ അത് നോക്കിയാ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനോ അങ്ങനെയൊക്കെ ഉണ്ടോ, പുരികം പൊക്കണേന് വരെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നപ്പോഴാ എനിക്ക് തോന്നിയത്. അപ്പൊ ചേച്ചിക്ക് ഈ അഭിനയിക്കുന്നതിന്റെ കാര്യത്തിലും മേക്കപ്പിന്റെ കാര്യത്തിലൊക്കെ സിനിമയും സീരിയലും നമ്മൾ എന്താ വ്യത്യാസം തോന്നാറുള്ളത്? ചേച്ചിക്ക് സിനിമയില് മേക്കപ്പ് ഇല്ലല്ലോ, ഇപ്പോഴത്തെ സിനിമയില് മേക്കപ്പേ ഇല്ല. ഞാൻ ഇപ്പൊ പുണ്യാളനില് പോയപ്പോഴും ആ ജസ്റ്റ് ഒന്ന് ക്ലോത്ത് എടുത്തിട്ട് തുടച്ച് വിട്ടു, അത് മതി എന്ന് പറഞ്ഞു. ഇല്ല, സീരിയലിന് കുറച്ച്, പക്ഷെ എനിക്ക് കിട്ടുന്ന കഥാപാത്രം ഒക്കെ സാധാരണയാ. ഇപ്പൊ കഴിഞ്ഞ കനൽപ്പൂവ് എന്ന് പറഞ്ഞിട്ട് സൂര്യ ടിവിയിൽ ഒരെണ്ണം ചെയ്തിരുന്നു, ബൈജു ദേവരാജ് സാറിന്റെ. അതിനും ഫസ്റ്റ് ഒരു മേക്കപ്പും ഇല്ലാതെ അഭിനയിച്ചത്. പിന്നെ ഞങ്ങള് കാശുകാരായപ്പോ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്, അത് സീരിയലിൽ കുറച്ച് ഓവർ ആക്കണം. അതായത് പണക്കാര് ക്യാരക്ടർ ആണെങ്കിൽ. അതോ നിങ്ങൾക്ക് അതാണോ ഇഷ്ടം? അത് ഇഷ്ടത്തിന്റെ അല്ല, കുറെ സ്ത്രീകൾ ഇരിക്കുന്നത് ഇവരുടെ ഡ്രസ്സും ഇവരുടെ മാലയും ഇവരുടെ വളയും അതൊക്കെ കാണാൻ വേണ്ടിട്ടാ. എന്ന് വെച്ചാൽ ഒരു ആനച്ചന്തമാണ് അങ്ങനെ വരുമ്പോ. അപ്പൊ സീരിയലിന്റെ റേറ്റിംഗ് എപ്പോഴും ഏഷ്യാനെറ്റിൽ ഒരു ചന്ദനമഴ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു, ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു അത്. അതിന് എനിക്ക് തോന്നുന്നു ഒരു 60% അവരുടെ സാരിയും ഓർണമെന്റ്സും. അത് നമ്മൾ കുറ്റം പറയും, ഇല്ലാന്നില്ല, അത് കണ്ടിട്ട് കുറ്റം പറയുന്നവരായിരിക്കും, എന്നാലും അത് കാണാൻ തന്നെയാ നമ്മൾ ഇരിക്കുന്നത്. ആ ഒരു ലോജിക്കില്ലായ്മയും ഒരു പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോ നമ്മള് ഡ്രസ്, ഞാനിപ്പോ വന്ന വർഷം തന്നെ ഞാൻ മോളുടെ ചുരിദാറാ നോക്കി, ഞാൻ ചോദിച്ചില്ലേ ഇത് എവിടുന്ന് എടുത്തേന്ന്. ഞാനും പറഞ്ഞായിരുന്നു ചേച്ചിക്ക് ഡ്രസ് മാറാൻ പോണോ. അതെ, ഈ ഡ്രസ് മതിയോ എന്ന് നമ്മൾ പെട്ടെന്ന് ഡ്രസ്സിലേക്കല്ലേ. അപ്പൊ സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണ്. സീരിയൽ എന്ന് പറയുമ്പോ പണക്കാരുടെ വീട് കാണിക്കുമ്പോ എപ്പോഴും പെൺകുട്ടികൾ എപ്പോഴും അവരുടെ സാരി എങ്ങനെയുണ്ട്, അവരിട്ട മാല എങ്ങനെയുണ്ട്, അത് ഞാനും നോക്കാറുണ്ട്. പിന്നെ പാവങ്ങളുടെ വീടാകുമ്പോ അതിനനുസരിച്ചിട്ട് ഒരു നൈറ്റിയോ വീടാണെങ്കിൽ അവിടെ ഒരു കറുത്ത ചരട്. എനിക്ക് കൂടുതലും നൈറ്റി അങ്ങനത്തെ കറുത്ത ചരട്, മുടിയൊക്കെ അങ്ങനെ വാരിക്കെട്ടി അങ്ങനത്തെ ഒക്കെ പാവപ്പെട്ട കുട്ടിയും അവര് രണ്ടും സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ നൈറ്റിട്ട് അങ്ങനെ അഭിനയിച്ചപ്പോഴും സാധാരണ വേഷം ചെയ്യുന്ന അങ്ങനല്ലേ, ഭയങ്കര ഇഷ്ടാട്ടോ നിങ്ങൾ നൈറ്റി ഒക്കെ ഇട്ടിട്ട് സാധാരണ ഒരു പോലെ അങ്ങനെ പറയുന്നവരുണ്ട്. അല്ല, നമ്മള് ഭയങ്കര റിച്ച് പോലെ വരുമ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, ഈ സാരിയൊക്കെ എവിടുന്ന് എടുക്കണേ എന്ന് ചോദിക്കുന്ന സ്ത്രീകളാണല്ലോ കൂടുതലും സീരിയല് കാണുന്നത്. അപ്പൊ രണ്ടും സ്നേഹിക്കുന്നവരുണ്ട്. സാധാരണ ലൈഫായിട്ട് അഭിനയിക്കുമ്പോ സ്വീകരിക്കുന്നവരുണ്ട്, പണക്കാരെ സ്വീകരിക്കുന്നവരുണ്ട്, രണ്ടുണ്ട്. ചേച്ചി ഈ 14 കൊല്ലം ഈ ഒരു ഫീൽഡിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, കുറെ ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ചേച്ചിക്ക് മറക്കാൻ പറ്റാത്ത ആദ്യം നല്ല അനുഭവം എന്താണ്? നല്ല അനുഭവം എന്ന് പറയുന്നത്, ഒരു ഷൂട്ടിങ് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാനാ, നാട്ടിൻപുറത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ ശരിക്കും എന്റെ വീട്, ഞങ്ങൾ വാടകയ്ക്കായിരുന്നു, വീടില്ലായിരുന്നു ഇത്രയും വർഷം. ഉണ്ടായിരുന്നത് വടക്കാഞ്ചേരിയിലാണ്. അത് തൃശ്ശൂർ വടക്കാഞ്ചേരി പക്കാ ഗ്രാമമാണ്. അന്നത്തെ കാലത്ത് കുടമാറ്റം അതൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന സമയം. മഞ്ജു വാര്യര് മോളൊക്കെ അപ്പൊ ചെറുതായിരിക്കും അന്ന് ഷൂട്ട് ചെയ്തിരുന്ന സമയം. മഞ്ജു ചേച്ചിയൊക്കെ തുടക്കത്തില്, മഞ്ജു സല്ലാപം, അതൊക്കെ അന്നൊക്കെ ഒരു ഷൂട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ പക്ഷെ അവിടെ നിന്നൊന്നും വിടില്ല, സിനിമയിലൊക്കെ ആണുങ്ങളാണ്, അവിടെ നിറച്ചു ആണുങ്ങളായിരിക്കും, പെൺകുട്ടികളൊന്നും ആ സൈഡിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഒന്നാമത് അവരെയൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ അവിടെ നിന്ന് ഞാന് ഇതുവരെ എത്തി എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളെയും കണ്ടു. ലാലേട്ടൻ, മമ്മൂക്ക, ജയറാം, അവരുടെ കൂടെയൊക്കെ ഒരു സീനെങ്കിലും അഭിനയിക്കാൻ പറ്റി. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ലാലേട്ടന്റെ കൂടെ ഇപ്പൊ ലാലേട്ടന്റെ സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാ ഡബ് ചെയ്യാനൊക്കെ പോവാറ്. അപ്പൊ ഡബിങ് സ്റ്റുഡിയോയില് ലാലേട്ടനും പിന്നെ ലാലേട്ടന്റെ ആരെങ്കിലും കൂടെ ആരെങ്കിലും പിന്നെ നമ്മൾ ഡബ് ചെയ്യണ ചേട്ടന്മാര് ഞാന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ലാലേട്ടന് ഒരു 2 മണിക്കൂറോളം ഒരുമിച്ച് ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലാലേട്ടന്റെ കൂടെ. മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് സിനിമ ചെയ്യാൻ പറ്റി, ജയറാമേട്ടന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കലാഭവൻ ചേട്ടന്റെ കൂടെയും ഡാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സ്കിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത് എന്ത് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ നേടിയത് തന്നെയാണ്. അതൊക്കെ ഒരു നേട്ടമാണ് സത്യമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് വരെ എന്നെ അറിയുന്നുണ്ട്, അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഞാൻ 2 സ്കൂളും പിന്നെ ഒരു 2-3 കോളേജും ഇനോഗ്രേഷൻ ചെയ്തു ഇപ്പൊ ഈ അടുത്ത്. അപ്പൊ കോളേജിൽ പോകുമ്പോ പിന്നെ സാധാരണ അവർക്ക് അറിയാം, ഫോണൊക്കെ നോക്കിയിട്ട് എപ്പോഴും പരിചയം ഉണ്ടാവും. UKG LKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഞാൻ എന്ത് പറയും, അവർക്ക് തന്നെ അറിയില്ലല്ലോ, അവരിപ്പോ ഇത് കാണുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു
മടി ഉണ്ടായിരുന്നു സ്കൂളിൽ വിളിച്ചപ്പോ. അത് ഗവൺമെന്റ് സ്കൂള് 1 മുതൽ 10 വരെ ഉണ്ട്. പക്ഷെ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ എന്തെന്നാ പറയാ, ഞാൻ ആരാന്നൊക്കെ പറയൂ എന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഓടി വന്ന് ചേച്ചി ചേച്ചി കണ്ടിട്ടുണ്ട് അതിലൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സമാധാനമായി. അപ്പൊ ഞാൻ സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മക്കൾക്ക് എന്നെ അറിയോ എന്ന് വെച്ചാൽ അറിയാം എന്ന് പറഞ്ഞു. കുഞ്ഞു കുഞ്ഞു പിള്ളേരാ. അപ്പൊ ഞാൻ നാണം കെട്ടില്ലേ ഭാഗ്യം. കുഞ്ഞു മക്കള് കാർട്ടൂണൊക്കെ അല്ലേ കാണുള്ളൂ, അവരിപ്പോ കോമഡി കാണണമെന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ മനോരമയില് ഞാനൊരു ഫസ്റ്റ് നൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വലുതാണ്, പക്ഷെ ചെറിയ കുട്ടിയുടെ ബുദ്ധിയുള്ള ഒരു സ്കിറ്റ്. അപ്പൊ അതിലിങ്ങനെ ഞാനിങ്ങനെ വരുണേട്ടൻ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്കിറ്റാ. അപ്പൊ അത് ഇങ്ങനെ ഡബ് ചെയ്യാൻ പോവാറുണ്ടോ? ഞാൻ മുന്നേ പോയിട്ടുണ്ട് കാർട്ടൂണൊക്കെ ഡബ് ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആരോ ഈ കന്നഡ ഡബ് മലയാളത്തിലാക്കില്ലേ, അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് പക്ഷെ 2-3 കാർട്ടൂൺ. അത് ഇപ്പൊ വരുമോന്നറിയില്ല. പറഞ്ഞു നോക്ക്, ഞങ്ങൾ കേട്ടോളാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് ആ ഗേറ്റ് ഒന്ന് തുറക്കോ, മറ്റേ ഗീതു ഇല്ലേ, ഓർമ്മയുണ്ടോ? മാളൂട്ടി സിനിമ കണ്ടിട്ടുണ്ടോ? അതിലൊക്കെ ഉള്ള അതില് ആ ഗേറ്റ് ഒന്ന് തുറക്കോ എന്നൊക്കെ. ഗേറ്റ് തുറക്ക, അപ്പൊ ഗേറ്റ് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ഗേറ്റ് തുറക്കാൻ പറഞ്ഞ? ഗീതു എന്നറിയോ? അപ്പൊ എങ്ങനെ ആരാ ഗീതു? ഞാൻ തന്നെയാ എന്ന് പറയുന്ന ഒരു സീൻ. അങ്ങനെ അതല്ല, കുറച്ചും കൂടെ കുഞ്ഞു കുട്ടിയായിട്ടാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അത് നമ്മളേനെ ഈ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഓടി വന്നിട്ട് വരുണേട്ടൻ എവിടെയാ എന്നൊക്കെ വെച്ചിട്ട് നമ്മളോട് ചോദിക്കും. അപ്പൊ ഇത് കുട്ടികൾ കണ്ടിട്ടുണ്ടോ? അത് കുട്ടികളുടെ പോലെ സംസാരിക്കുന്ന ഒരു സ്കിറ്റായിരുന്നു. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മളെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാലോചിക്കുമ്പോ അത് ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ പിന്നെ എല്ലാം സന്തോഷമായിട്ട് എടുക്കുന്ന ഒരാളാ. ചിലപ്പോ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ ഇതിനാണോ എന്ന് ചോദിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഭയങ്കര ഹാപ്പിയാ. എല്ലാ കാര്യങ്ങളിലും ഓരോരോ ഹാപ്പിനെസ് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യം ചോദിച്ച മാതിരി ഈ 14 വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും ബൂസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്? കാരണം വരുന്നവരും പോകുന്നവരും എത്തിപ്പെട്ടവരും എത്തിപ്പെടാത്തവരും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഭയങ്കര ഡേഞ്ചർ ആണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ ചേച്ചി ഇത്രയും നാളെ ഈ ഒരു ഏരിയയിൽ സർവൈവ് ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും രീതിയിൽ എനിക്ക് സെറ്റിൽ പോയിട്ട് അങ്ങനെ ചീത്ത അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്ന് ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഞാനൊരു കോമഡി ആർട്ടിസ്റ്റ് ആയതാ. എന്ന് വെച്ചാ ഞാൻ എന്തെങ്കിലും തുണ്ടു തമാശ അങ്ങോട്ട് പറഞ്ഞെങ്കിൽ എന്നുവെച്ചാ സത്യമായിട്ടും എന്നെ ആരും അങ്ങനെയല്ല കാണുന്നേ. എന്റെ അടുത്ത് എല്ലാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏട്ടന്മാരെന്നെ പറയും ഒരു വികാരവും തോന്നൂല്ല. ഞാൻ എപ്പോഴും ഈ കലവില ഇതായിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അങ്ങനെ തമാശ പറഞ്ഞാൽ തന്നെ ചേട്ടന്മാരും മിണ്ടാതെ പോവും. നിന്റെ വായേന്ന് എന്തെങ്കിലും വീഴും, ഞങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ ഇതാ. പിന്നെ സെറ്റിൽ എന്നോട് ആരും അങ്ങനെ പെരുമാറിയിട്ടില്ല. എല്ലാവരും ആ മായല്ലേ, അത് നമ്മുടെ കോമഡിയിലൊക്കെ ഉള്ള മായല്ലേ, അങ്ങനെ ചോദിക്കുന്നവരേ ഉള്ളൂ. പിന്നെ അറിയാത്തവര്, അതായത് ഞാൻ ഇതിൽ വന്നപ്പോ ചാനലിലൊക്കെ വന്നപ്പോ എന്നെ അറിയാത്തവരുണ്ടല്ലോ പുറമേന്ന് ഇങ്ങനെ ചാൻസ് സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുമ്പോ 1-2 പേരൊക്കെ നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട് ഫോണിൽ കൂടെ. അങ്ങനെ അത് ചിലപ്പോ സിനിമയെ പറ്റി അറിയുന്നവരാണോ അല്ലാത്ത നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ നമുക്ക് അങ്ങനെ കമ്മിറ്റ്മെന്റ് ആവാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളില്ല ഏട്ടാ നമ്മൾ അങ്ങനെ പോകില്ല. ഓക്കെ ശരി. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ, സിനിമയാണ് ഏറ്റവും സേഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ നിൽക്കുന്നിടം പോലെ ഇരിക്കോടാ. എല്ലാ ജോലിയിലും അങ്ങനെ തന്നെയാ. ഇപ്പൊ ഒരു എയർ ഹോസ്റ്റസിന്റെ യൂട്യൂബിൽ ആ കുട്ടർ അനുഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവൾക്ക് അതിലും മികച്ച ജോലി കിട്ടണമെങ്കിൽ ഇവര് പറയുന്ന കേൾക്കണം, മേലുദ്യോഗസ്ഥന്മാര് പറയുന്ന കേൾക്കണം. അപ്പൊ എയർ ഹോസ്റ്റസിന്റെ ജോലിക്കും ഉണ്ട് അത്, സിനിമയിൽ മാത്രല്ല. ഞാനൊരു വനിതയിൽ പണ്ട് ഈ തുണിക്കടയിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു പെൺകുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു, അവരിഷ്ടത്തിന് നിന്നാല് നമ്മളെ മാനേജരാക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ തുണിക്കടയിലും ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. നമ്മൾ നിൽക്കുന്ന പോലെ ഇരിക്കും. നമുക്ക് എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ എളുപ്പത്തിൽ ഫേമസ് ആവണമെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെയാ, നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ സെറ്റിൽ ആരെ വേണമെങ്കിൽ കൊണ്ടുപോവാം. നമ്മുടെ അമ്മ, അച്ഛൻ, ഭർത്താവ്, മക്കള്, ഇനി ഇവരെല്ലാവരും നമ്മുടെ കൂടെ വരുന്നുണ്ടോ? വന്നോ? ഭക്ഷണം, താമസം, എല്ലാം എന്തിനു ഇവരെ കൊണ്ടുവന്നു എന്നൊരു ചോദ്യം ഇല്ല സിനിമയില്. അതെന്തിനാ മായ അമ്മയെ കൊണ്ടുവന്നേ?
എന്നൊരു ചോദ്യമില്ല. അവിടെ ചെന്നാ അമ്മ ഒന്നാണോ, അയ്യോ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്ക്. അവിടെ അങ്ങനെയാണ്, സേഫ് ആയിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടാ. ഇനിയിപ്പോ മറ്റുള്ളവരെ അനുഭവം, ഓരോരുത്തർക്കും ഓരോ അനുഭവം എനിക്ക് അറിഞ്ഞൂടാ. അനുഭവിക്കുന്നവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് വരുവാണെങ്കിൽ ഒരുത്തനും ചോദിക്കില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ചാൻസ് മേ ബി കുറയുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. സിനിമ വരാനും സീരിയലിൽ വരാനും ഒക്കെ കുറച്ച് സമയം എടുക്കും. പക്ഷെ അത് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ദൈവം കൊണ്ടു തരും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാ. ഈ എളുപ്പം എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിക്കണവരായിരിക്കും തോന്നുന്നു പെട്ടെന്ന് ട്രാപ്പിൽ പെടുന്നതും അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യം വരില്ല എന്നാ എനിക്ക് തോന്നണേ. എന്റെ അനുഭവം കേട്ടോ. സിനിമ നല്ല സേഫ് ആയിട്ടാ എനിക്ക് തോന്നിയേക്കണേ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്കൊരു നിലപാട് വേണം. നോ പറയേണ്ടടുത്ത് ഇല്ല ചേട്ടാ ഞാൻ അങ്ങനെ ഇല്ല, അപ്പൊ വിളിക്കില്ലേ, വേണ്ടാന്നേ, നമ്മളെ വേറെ ആരെങ്കിലും വിളിക്കും. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ചെറിയ സീനെങ്കിലും തരും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ചാനലിൽ അങ്ങ് കഷ്ടപ്പെടുക, അത്രേ ഉള്ളൂ. അവള് സ്കിറ്റ് പഠിക്കുക, രാവും പകലങ്ങ് പഠിക്കുക, കേറുക, നല്ല അഭിപ്രായം വാങ്ങുക, ശമ്പളവും വാങ്ങുക, പോരുക. അവിടെ അഭിനയം തന്നെയല്ലേ. അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സിനിമ കിട്ടിയാലേ പറ്റുള്ളൂ എന്നില്ല. എത്രയോ ചാനലുകൾ ഉണ്ട് ഇപ്പോ, എത്രയോ ഷോസുകൾ പോകുന്നുണ്ട്. ശരിയാ, കൊറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അഭിനയിക്കണമെങ്കിൽ സിനിമ കിട്ടിയാലേ ഉള്ളൂ എന്നൊന്നുമില്ല. നമ്മള് ചാനലിൽ അഭിനയിച്ചാ പോരെ, അതും ഫെയിം തന്നെയാണ്. ഇപ്പൊ റീൽസ് ചെയ്താ വരെ ഫേമസ് ആ. ഞങ്ങളെക്കാളും ഫേമസ് ആയിട്ടുള്ള ഫാമിലികള് അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ചാനലില്. നമ്മൾ അവരെ മുമ്പിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഒരു ചിരിയിൽ വരുന്നുണ്ട്, അമൃതയിൽ വരുന്നുണ്ട്, ഫ്ലവേഴ്സിലാണെങ്കിലും വരുന്നുണ്ട്. അപ്പൊ റീൽസ് ചെയ്താലും അഭിനയിക്കുന്നവർക്ക് അഭിനയിക്കാം. അതിൽ കണ്ട നല്ല മിടുക്കനും മിടുക്കികളാണെങ്കിൽ പെട്ടെന്ന് സിനിമയിലും വരും. നമ്മളൊക്കെ ഇരിക്കുന്ന കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണ്, ഇപ്പൊ കൊറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ടാലന്റ്സ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായാ പോരെ, എന്തിനാ വേറൊരാളുടെ അവരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണേ. നമുക്ക് ഫോണുണ്ട്, നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് അങ്ങ് ചെയ്തു വിടണു, അഭിനയിക്കണു, അത് കണ്ടിട്ട് സിനിമയിൽ വിളിക്കുന്നവരില്ലേ. ചേച്ചി ഇങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് കണ്ടിട്ടുണ്ടോ? ചേച്ചിയുടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പുറമെ ചേച്ചി ഇത്രയും നാളായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതാണല്ലോ. അപ്പൊ ഒബ്വിയസ്ലി കുറെ കുട്ടികളെ കാണുന്നുണ്ടായിരിക്കും, കുറെ ന്യൂ കമേഴ്സിനെ കാണുന്നുണ്ടായിരിക്കും. അതിൽ കുറെ പേർക്ക് ഇങ്ങനെ അനുഭവങ്ങൾ പറയണത് ട്രാപ്പിലായിട്ടുണ്ടായിരിക്കും, കുറെ പേര് വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ നമുക്ക് പുറമേ ഉള്ള പെൺകുട്ടികളായിട്ട് എനിക്ക് അറിവ് കുറവാ. ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. അവരൊക്കെ എന്നെ പോലെ തന്നെ ഇതുപോലെ റിയാലിറ്റി ഷോസിൽ കഷ്ടപ്പെട്ടു വന്നവരാ. അവർക്കും എന്റെ പോലത്തെ അനുഭവങ്ങള് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഫോണിൽ കൂടെ ആണെങ്കിലും. പക്ഷെ അവര് ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ നിലപാടുള്ളവരായതുകൊണ്ട് എല്ലാരും ചാനലിൽ തന്നെയാ കൂടുതലും നിക്കുന്നത്. പിന്നെ സിനിമ ഇതുപോലെ എപ്പോഴും എങ്ങനെ വരുമ്പോ ചെയ്യും അങ്ങനെ. ചേച്ചി എനിക്ക് വേറൊരു ഡൗട്ട് ഉള്ളത്, അതായത് ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയില് കണ്ടിട്ടുണ്ടോ സ്കിറ്റുകളൊക്കെ? ഓ ഞാൻ കാണാറുണ്ട്, എന്റെ അമ്മയൊക്കെ. നിങ്ങളൊക്കെ പുതിയ തലമുറയാണ്. അപ്പൊ ഇതില് ആദ്യം മഞ്ജു ചേച്ചി അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിഷാരടി, അത് കഴിഞ്ഞിട്ട് നസറക്ക, ഇങ്ങനെ ഒരു 3 പാറ്റേൺ ആണല്ലോ. അപ്പൊ ഇതിൽ തരുന്ന എമൗണ്ട് ഈ ആക്ച്വലി ഇപ്പോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ 50 കിട്ടും. അല്ല, ഫസ്റ്റ് 5, 15, 50. 5000, 15, 50. ഓക്കെ, 50,000 രൂപ കിട്ടും. ഈ 50,000 രൂപ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും? ടാക്സ് ചെറുതായിട്ടുണ്ട്, എന്നാലും നമുക്ക് മോശമില്ലാത്ത രീതിക്കുള്ള ശമ്പളം ഉണ്ട്. ഓക്കെ, ഇത് ശമ്പളമായിട്ടാണോ വരുന്നത്? അത് ബമ്പർ അടിക്കുന്നതിനനുസരിച്ച്. ബമ്പർ അടിക്കുന്നതനുസരിച്ച് നമുക്കിപ്പോ കോമഡി കുറവാണെന്ന് തോന്നിയാൽ അവര് ബമ്പർ തരില്ല. അപ്പൊ 15 അടിക്കും. 15 അടിച്ച 2 പേര് നിന്നിട്ട് സ്കിറ്റ് കളിക്കണ വെച്ചാൽ അത് 15 വീതിച്ചെടുക്കും. അങ്ങനെ. ചേച്ചി സ്റ്റാൻഡപ്പ് ചെയ്യാറുണ്ടോ? സ്റ്റാൻഡപ്പ് കുറവാ. 2 പേർക്കും സ്കിറ്റുകളാണ് കൂടുതലും. സ്കിറ്റ് പഠിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്നു, അവിടെ പോയി ചെയ്യുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ബമ്പർ അടിക്കാതിരുന്നിട്ടുണ്ടോ? ഉണ്ട്. നമ്മള് എനിക്ക് അടിക്കാതിരുന്നിട്ടുണ്ടോ? ഒന്നും അടിക്കാതിരുന്നിട്ടില്ല, ബമ്പർ അടിക്കാതിരുന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മനോരമയിൽ തന്നെ 8 സ്കിറ്റ് ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അതില് 5 6 ബമ്പർ ഉണ്ടായിരുന്നു. 3 2 15 വെച്ചാ 8 ചെയ്തേക്കണെന്നുള്ളൂ ഇതുവരെ. 8 സ്കിറ്റില് 3 ഗോൾഡൻ ബമ്പർ ആയിരുന്നു. 1,00,000-ലേറെ മേലെ കിട്ടി. പിന്നെ 2 ബമ്പർ, അങ്ങനെ എന്തോ. പിന്നെ 2 ഫ്ലോപ്പ് ആയിട്ടുണ്ട്, അത് ഓർമ്മയുണ്ട്. ചേച്ചി വേറൊരു ഡൗട്ട് എനിക്കുള്ളത്, എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, അവിടെ നിങ്ങൾക്ക് തരുന്ന എമൗണ്ട് അത് ഒറിജിനൽ നോട്ട് തന്നെയാണോ? അവിടെ വെച്ച് തരുന്നത് ഒറിജിനൽ അല്ല, പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ. അത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചുകൊണ്ട് വെക്കോ?
അത് നമ്മൾ തിരിച്ചു കൊടുക്കും. അല്ല, അപ്പൊ തന്നെ നമുക്ക് പൈസയായിട്ട് അപ്പൊ തന്നെ തരാൻ പറ്റില്ലല്ലോ. ഇത്രയും പേര് കണ്ടസ്റ്റൻസ് അവിടെ മത്സരിക്കുന്നത്. ഏറ്റവും ചിരിപ്പിക്കാൻ പാടാരേനെയാ? രമേശ് പിഷാരടി, രമേശ് ചേട്ടൻ. രമേശ് ചേട്ടനൊക്കെ ഇത് അരച്ച് കലക്കി കുടിച്ചു വരുന്നവരല്ലേ അവര്. പിന്നെ നസീർ സംക്രാന്തി ഒക്കെ ഏറ്റവും എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ കണ്ടാൽ നമ്മളെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണത് മഞ്ജു പിള്ള. സ്ത്രീകളെ ചേച്ചി നല്ലതായിട്ട് എല്ലാവരെയും ബൂസ്റ്റപ്പ് ചെയ്യും. എന്നാലും സ്ത്രീകളോട് ചേച്ചിക്ക് ഭയങ്കര ഒരു ഉർവശി ചേച്ചിയെ പോലെ തന്നെ. ചേച്ചിയാണ് ഫസ്റ്റ് 5000 അടിക്കണത് ചേച്ചിയായിരിക്കും. അപ്പൊ കൊറേ കഥാപാത്രങ്ങളിലൂടെ എന്തായാലും സ്കിറ്റുകൾ പോയിട്ടുണ്ട് വരും. അപ്പൊ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് ഈ സ്കിറ്റിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്. നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് മറന്നുപോയി അത് മേക്കപ്പ് ചെയ്ത് പിന്നെ നിങ്ങൾ സമ്മാനം അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മറന്നു പോവുക പറഞ്ഞാ ചിലപ്പോ പറയേണ്ട സ്ഥാനത്തായിരിക്കില്ല പറയാ, ആ കാര്യം വിട്ടുപോകും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞ ആ കാര്യത്തിലേക്ക് എത്തിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിട്ട് എന്താ ചെയ്യണത്? അപ്പൊ ഇതിന് ഗ്രൂമിങ്ങിന്റെ എമൗണ്ട്, ഗ്രൂം ചെയ്യുന്നതൊക്കെ ആരാണ്? അതൊക്കെ മനോരമ തന്നെ. നമ്മളൊരു ഒരു 5 ദിവസത്തോളം ഒരു 8 മിനിറ്റിന്റെ സ്കിറ്റ് മതി. 8 മിനിറ്റിന് നമ്മളൊരു 5 ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പെൻസും അതൊക്കെ മനോരമ തന്നെ. എല്ലാ കാര്യം മനോരമ തന്നെ. താമസം, ഭക്ഷണം, ട്രാവല് എല്ലാം അവര് തന്നെ. നിങ്ങളൊക്കെ ഓൾറെഡി ഫിലിമിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നത്? വരുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്? അല്ല, വരുന്ന എല്ലാവർക്കും മനോരമയുടെ വണ്ടിയുണ്ട്, ഫുഡ് എല്ലാം ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, മായ 2 സീരിയൽ അഭിനയിച്ചത്, എന്നാ മായേനെ ബെൻസിൽ കൊണ്ടുവരാ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ. ഇതിലേക്ക് എത്തിപ്പെടാൻ ഇപ്പൊ കുറെ ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റുക? അതിന് എപ്പോഴും ഓഡിഷൻ വെക്കുന്നുണ്ട് മനോരമയിൽ. എപ്പോഴും പരസ്യം കാണിക്കും, ഓഡിഷനും ഫോൺ നമ്പറും. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലൊക്കെ വെച്ചിട്ടായിരിക്കും ഓഡിഷൻ നടക്കുക. അപ്പൊ ഇന്ന ഡേറ്റില് ഓഡിഷൻ വരുമ്പോ നമ്മൾ അവിടെ പോകണം. അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത് പോകുന്നതാണല്ലേ? നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ TV പോലും ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര സുഖമല്ലേ, മൊബൈൽ ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മുടെയൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ നടന്നു പോണം. കൊറേ അവിടെ ഒരു വീട്ടിൽ മാത്രമേ TV ഉള്ളൂ. ഞങ്ങളുടെ അടുത്തൊന്നും TV ഇല്ല. നടന്നു പോയിട്ട് എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കണം, സിനിമ വെച്ചേരുവോ? അപ്പൊ അവര് 4 മണി ആവട്ടെ, ഈ 4 മണിയാണോ വരെ ഇരിക്കും. എന്നിട്ട് 6:30 ആകുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ചിലപ്പോ ക്ലൈമാക്സ് ഒക്കെ നമ്മളേക്ക് എന്ത് ചെയ്യുന്ന അറിയോ, ഇവര് പറയും വിളക്ക് വെക്കാറായിട്ടോ, ഓഫ് ചെയ്യാന്ന് പറയും. അപ്പൊ ചിലപ്പോ ലാസ്റ്റ് ഒന്നും കാണില്ല, അവിടെ മാത്രമേ TV ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോരും. അങ്ങനെ അയ്യോ, അതൊക്കെ ഒരു കാലമാണ്. ഭയങ്കര ശോകല്ലേ? ഭയങ്കര ശോക അത്. പക്ഷെ ഇപ്പൊ ചേച്ചി ആ ടിവിയിലൊക്കെ ഉണ്ട്. അതെ, അത് ഭയങ്കര അനുഭവമാണ്. ഒരു കാലത്ത് നമ്മൾ TV കാണാനൊക്കെ കൊതിച്ചിട്ടുണ്ട്. നമ്മൾ അവരെ വീട്ടിലിങ്ങനെ പോരും. അതായത് രാവിലെ തൊട്ട് പറയണം 4 മണിക്ക് വെക്കണമെങ്കിൽ. അവരുടെ വീട്ടിലെ TV അല്ലേ, നമ്മൾ അവരുടെ അടുത്ത് ബെഗ് ചെയ്തോണ്ടിരിക്കണം. ഒന്ന് വെക്കുവോ 4 മണിക്ക്? അപ്പൊ എന്തെന്ന് മണിച്ചിറതാഴൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ കണ്ട തന്നെ അന്ന് ഇതല്ലേ ഉള്ളൂ, ദൂരദർശനിൽ 4 മണിക്കൊരു സിനിമയേ ഉള്ളൂ. അന്ന് ഏഷ്യാനെറ്റ് ഒന്നും വേറെ ഒന്നുമില്ല, പ്രൈവറ്റ് ആയിട്ട് ഒരു ചാനലും ഒന്നുമില്ല. അപ്പൊ കണ്ടതായിരിക്കും. അപ്പൊ ഇവര് പറയും മണിച്ചിർത്താഴോ, അതൊക്കെ എത്ര പ്രാവശ്യം വന്നതാ കണ്ടതാ എന്നൊക്കെ പറയും. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാലും വെച്ചേരോ എന്നൊക്കെ ഇങ്ങനെ കൊറേ ഇങ്ങനെ ചോദിക്കും. ശരി, എന്നിട്ട് 4 മണിക്കേ വെച്ചേരുള്ളൂ. അങ്ങനെ കറക്റ്റ് 4 മണിക്ക് വെച്ചേരുള്ളൂ. പിന്നെ അപ്പൊ ചിലത് എങ്ങനെയാ വെച്ചെങ്കിൽ ചിത്രഗീതം അതൊക്കെ ഉണ്ടാവും. ചിത്രഗീതം കഴിഞ്ഞ ഉടനെ പിന്നെ ഡൽഹി പ്രോഗ്രാമാ, ഹിന്ദി ആയിരിക്കും. അപ്പൊ ചിത്രഗീതത്തിന്റെ ലാസ്റ്റ് പാട്ട് അവസാനിക്കുമ്പോഴേക്കും TV ഓഫ് ചെയ്ത് കളയും. എന്നിട്ട് പറയും കഴിഞ്ഞു പൊക്ക പിള്ളേരെ, ഇനി 8 മണിക്ക് തൊട്ടിട്ട് ഹിന്ദിയാ, അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, പൊക്കോന്ന് പറയും. അങ്ങനെ പറഞ്ഞു വിടും അല്ലേ? അങ്ങനെ പറഞ്ഞു വിടും. അപ്പൊ ഈ 14 വർഷം കൊണ്ട് ഈ സിനിമാ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ലൈഫ്? എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് എന്താ പറയാ, സ്വന്തമായിട്ട് ഒന്നുമില്ലായിരുന്നു. എന്റെ അമ്മയല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇതുപോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്ന് പിന്നെ വീടും സ്ഥലവും ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു കലാകാരി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടായത്. പെട്ടെന്ന് ആൾക്കാർക്ക് അറിയാലോ നമ്മളെ. ഞാൻ ഏഷ്യാനെറ്റിൽ വന്ന് കോമഡി സ്റ്റാർസിൽ വന്ന് അപ്പൊ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്ന അവിടെ വിജയകുമാരി എന്നിട്ട് അവര് വലിയൊരു ആർട്ടിസ്റ്റാ, നാടകമാണ്, ഇപ്പൊ സീരിയലാ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞിട്ടാണ് വെച്ചത് സീമാജി നായർ, സീമ ചേച്ചിയാണ്. ചേച്ചി ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് TV-യിലാണ്. അപ്പൊ സീരിയലുകൾ എങ്ങനെയുണ്ട്? സീരിയലുകളിൽ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത്? ഇപ്പൊ ഏഷ്യാനെറ്റിലാ ചെയ്തോണ്ടിരിക്കണേ, പവിത്രം രാത്രി 9 മണിക്ക്. അപ്പൊ ഈ ബാക്കിയുള്ള കോ-ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ ഉള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആയിട്ടാ പോണേ, എല്ലാവരുമായിട്ടും നല്ല കൂട്ടാണ്. അതിപ്പോഴും ഉണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും വിളിക്കുക അങ്ങനെയല്ല.
മെസ്സേജ് ചെയ്യും, പിന്നെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ വിഷ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ വേറെ പുതിയ വർക്കുകളൊക്കെ വരികയാണെങ്കിൽ വിഷസ് പറയും. ചേച്ചി ഇങ്ങനെ സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്ന കാരണം കൊറേ സീരിയലുകളാ എന്താടാ സീരിയലുകളാ മിനി സ്ക്രീനിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ട് അത്രേ ഉള്ളൂ. മിനി സ്ക്രീനിൽ അഭിനയിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് കൊറേ സ്നേഹമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ കുട്ടികളുടെ കയ്യിലും വലിയ വയോധകരുടെ കയ്യിൽ. ആരാടാ അത്? അതാരാ? ശരി, അപ്പൊ അതിനെപ്പറ്റി രണ്ടാക്ക്. അതെനിക്ക് തോന്നുന്നു അവർക്ക് ആ കോമഡി കണ്ടിട്ടുള്ള ഇഷ്ടമാണ് ഇപ്പോഴും. ഇപ്പൊ സീരിയലുകളും ഇപ്പൊ സിനിമയെ കണ്ടാൽ തന്നെ ആ കോമഡിയിലുള്ളതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ സീരിയലിനേക്കാളും കൂടുതൽ ആൾക്കാരെ തിരിച്ചറിയുന്നു. എന്നെ തിരിച്ചറിയുന്നത് കോമഡിയിൽ തന്നെയാ. അല്ല, സീരിയല് തിരിച്ചറിയാൻ ഞാൻ അധികം ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ 3ാമത്തെ സീരിയലല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ അടിപൊളിയല്ലേ. അതാണ് നമുക്ക് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയ പോലെയാണ്. എവിടെ ചെന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവും, എവിടെ പോയാലും. ഇപ്പൊ ഒരു ബാങ്കിലോ അതന്നെ, ഒരു ബാങ്കിലോ അല്ലെങ്കിൽ പഞ്ചായത്തോ, അപ്പൊ അവിടേക്ക് പോകുമ്പോഴേ സ്കൂളോ കോളേജോ എവിടെ പോകുമ്പോഴും നമ്മളിനെ ആ കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടാ കാണുന്നേ. ചേച്ചി ആ കോമഡി അത് ഭയങ്കര ഒരു ആരും അറിയാതെ കടന്നിരുന്ന നമ്മളെ ഇത്രയും പേര് അറിയാ, ഇത്രയും പേര് സ്നേഹിക്കാന്നൊക്കെ പറയുമ്പോ അതെനിക്ക് കോമഡി കിട്ടിയത് തന്നെയാണ്. ചേച്ചിക്ക് ഇതുവരെയായിട്ടും ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം? അമ്മേ, അങ്ങനെ പറയാൻ പറ്റില്ലടാ. എനിക്ക് എല്ലാം ഇഷ്ടാ. വയസ്സായിട്ട് ചെയ്യണതും ഇഷ്ടാ, കുഞ്ഞു കുട്ടിയായിട്ട് ചെയ്യണതും. ഇഷ്ടല്ലാത്തതാ എനിക്ക് കംഫർട്ട് അല്ലാന്ന് തോന്നിയിട്ടുള്ളത്, എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് ഭയങ്കര ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ കിട്ടിയിട്ടില്ല. എനിക്ക് പേടിയാ. ബുദ്ധിപരമായി സംസാരിക്കൂലേ ടീച്ചർ, പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, അങ്ങനത്തെ വിവരമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ. അത് എന്നെ കൊണ്ട് പറ്റൂല. മറ്റേ മറ്റേ ഭാര്യ ആട്ടുന്നത് അതൊക്കെയാണെങ്കിൽ ഓക്കെയാണ്. മറ്റത് ഞാൻ കുറച്ചേരം ഇരുന്ന് പഠിക്കണം. ഇപ്പൊ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാരക്ടറാന്ന് വിചാരിച്ചോ, കോമഡി തന്നെ അല്ല, കോമഡി അല്ല, അത് സീരിയസ് ആയിട്ട് പറയണം. അതാണ് മായ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നാളത്തെ സ്കിറ്റില്. അപ്പൊ നമ്മൾ ഈ മൈക്കയിൽ വന്നു ഇങ്ങനെ എല്ലാ പ്രിയപ്പെട്ട നമസ്കാരം എന്നൊക്കെ പറയുമല്ലോ. സീരിയസ് ആയിട്ട് സംസാരിക്കില്ലേ, അവിടെ തെറ്റിക്കില്ല, പക്ഷെ ഉള്ളു കട്ട 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 പറഞ്ഞടിക്കും. തെറ്റിപ്പോവോ. പഠിപ്പിന്റെ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ പ്രശ്നമാണ്. ചേച്ചി, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ചേച്ചി വരുന്നത് വടക്കാഞ്ചേരി എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള, വളരെ സാധാരണ ആയിട്ടുള്ള ഒരു സ്ഥലം. ആ സാധാരണ സ്ഥലത്ത് നിന്ന് ഇപ്പൊ കൊറേ നാളുകളായി, കൊറേ വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഈ പ്രശസ്തിയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ അത്ര വലിയ ആളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, നാട്ടിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് 3 പ്രാവശ്യം ക്ഷണിച്ചു. അതാണ് അത്. എന്താ, രചന ചേച്ചി ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. രചന നാരായണകുട്ടി, രചന ചേച്ചി ഞാനും ഒരേ സ്കൂളിലായിരുന്നു. ചേച്ചി എന്റെ സീനിയർ ആണ്. അപ്പൊ ചേച്ചി ഭയങ്കര ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ചേച്ചി ഹെൽപ്ഫുൾ തന്നെയാണ്. അന്ന് പക്ഷെ ഞാൻ മിസ്യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും ചാൻസ് മേടിച്ചു തരുമോ അതൊന്നും ഞാൻ ചോദിക്കില്ല. അതൊന്നും ചോദിക്കില്ല. പക്ഷെ ചേച്ചി എവിടെയും പറയും മായ നമ്മുടെ കുട്ടിയാണ് എന്നൊക്കെ പറയാം. അങ്ങനെ അതൊക്കെ ഉണ്ട്. ഞാൻ ആരെയും എന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല. ഇപ്പൊ സിനിമയിൽ തന്നെ ഒരുപാട് പേര് അറിയുന്നവരുണ്ട്, ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാം. പക്ഷെ ചാൻസിന് വേണ്ടിയിട്ട് ഞാൻ ആരെടുത്തും ചോദിക്കാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് തരുമല്ലോ. അങ്ങനെ ചോദിക്കലൊക്കെ കുറവാ. മിസ്യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ എപ്പോഴും അതിങ്ങനെ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ഫ്രണ്ട് ആണ്. ചേച്ചിയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലും ചേച്ചിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മള് വിചാരിച്ചു കഴിഞ്ഞാൽ സിനിമയിലൊന്നും നടക്കാൻ പോകില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയല്ല. ചാനലിലൊക്കെ ഞാൻ ചിലപ്പോ ആരെയൊക്കെ പരിചയപ്പെടുത്താറൊക്കെ ഉണ്ട്. നീ മനോരമയിലേക്ക് വാ, ഞാൻ പറഞ്ഞു നോക്കാം, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ചാനലിലേക്ക് വാ, അവിടെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ എടുത്തു എന്നൊക്കെ വരും. സിനിമയിലൊന്നും നമ്മൾ പറഞ്ഞെടുക്കൂല. ഞാൻ തന്നെ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ. ചേച്ചിക്ക് പാട്ട് പാടാനൊക്കെ അറിയില്ലേ? പിന്നല്ല, ഞാന് പാടി തുടങ്ങിയ പിന്നെയാണ് ശ്രേയ ഘോഷാൽ ഇവിടെ ഇല്ലാതായത്. മറ്റേ ശ്രേയായിരുന്നല്ലോ ഒരുപാട് പാട്ട് പാടുണ്ടായിരുന്നു. ഞാനൊരു സിനിമ പാടിയപ്പോ പിന്നെ എല്ലാരും ഉണ്ട്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അല്ല, അത് പാടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാരും പറഞ്ഞത് നീ ശ്രേയ പാടണമെന്നില്ല. അപ്പൊ പിന്നെ ശ്രേയ ഇനി അവിടെ തന്നെ ഹിന്ദി തന്നെ അവര് കുറച്ചുകൂടെ ശ്രദ്ധിക്കട്ടെ, ഇപ്പൊ മലയാളത്തിൽ മായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. വണ്ണും പിള്ളായിരുന്നു ഏറ്റവും ബാത്റൂമിൽ പാടുന്ന എന്നോടാണ് പാട്ട് പാടുവെന്നൊക്കെ. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണോ?
അതൊക്കെ ചോദിക്കേ വെറുതെ, ഇതൊന്നും ചോദിക്കാതെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ അമേരിക്കയിലെ പ്രസിഡന്റ് ആരാണ്? ആരാ അറിയില്ല. ജോർജ് ബുഷ് ആണോ? ജോർജ് ബുഷോ? ഞാൻ അമേരിക്കയിലല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ പോയിട്ട് ഒരു മാസം ഒന്ന് തിരിച്ചു പോന്നു. അറിഞ്ഞൂടാ. ഇതൊന്നും ചോദിക്കുന്നൊന്നും എന്നോട് പറഞ്ഞില്ല. കുറച്ചു നേരം ചിരിച്ച് കളിക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡൊണാൾഡ് ട്രംപ്. ട്രംപ്. ശരിയാ, ട്രംപ് എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ബുഷൊക്കെ എന്നാടാ മാറിയേ? കുറച്ചു നാളായി മാറിയിട്ട്. അത് അറിയാന്നുള്ള അഹങ്കാരാണ്. എന്നാ റഷ്യൻ പ്രധാനമന്ത്രി ആരാ? പുടിൻ. വേണ്ടായിരുന്നു, അറിയാല്ലേ. ഞാൻ അവിടെ വന്ന് കയറിയപ്പോഴേ പറഞ്ഞു താൻ സീരിയസ് അത്. എന്നാ ചിറാപ്പൂഞ്ചിയിലോ? ചിറാപ്പുഞ്ചി സിക്കിമോ? ആസാമില്ല. അങ്ങോട്ട് നോക്കാൻ പാടില്ല. സിക്കിമാന്ന് തോന്നുന്നു. അല്ലേ, സിക്കിമിലല്ലേ? എനിക്കറിയില്ല. ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ചേച്ചിയാണ് ഉത്തരം പറയേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സ് ഫ്ലാഗില് എത്ര റിങ്സ് ഉണ്ട്? 4. 4? 6. കറക്റ്റ് പറ. 5 ആണോ? എന്നോടാ ചോദിക്കണേ. കറക്റ്റ് അറിഞ്ഞൂടാ. ഒരെണ്ണം പറ. 6. ഞാൻ ഓപ്ഷൻസ് പറയാം. 4, 5, 6. 6 തെറ്റാണ്. 4. 5. ഞാൻ 5 പറഞ്ഞു. അപ്പൊ അല്ല പറഞ്ഞു. കറക്റ്റ് ലോക്കിയാണ് ഉത്തരം. ഓക്കെ, എന്ത് കാര്യത്തിലാണ് എന്നോട് ഇതൊക്കെ ചോദിക്കണത്? എന്റെ അമ്മയാണ് സത്യം. ഞാൻ എന്റെ ഫ്ലാഗ് കണ്ടിട്ടില്ല. ഒളിമ്പിക്സിന്റെ. ഓക്കെ, അത് കുഴപ്പമില്ല. മറ്റേ ഇങ്ങനെ അതെനിക്കറിയാം. 4 റിംഗ് ഉള്ളത് എനിക്കറിയാം. 6 റിംഗ്. 5 കണ്ട തെറ്റിയില്ലേ? ഓക്കെ, ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. മഹാരാഷ്ട്രയിലെ ഭാഷ ഏതാണ്? മഹാരാഷ്ട്ര എന്നും പറഞ്ഞൊരു ഭാഷ ഇല്ല. ഹിന്ദി. പറഞ്ഞോ. മറാഠി. കറക്റ്റ്. വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അനിമൽ ഏതാണ്? ഒട്ടകപക്ഷി. അനിമല. ചീറ്റപ്പുലി. ചീറ്റ. കറക്റ്റ്. ഓക്കെ, നമ്മുടെ നാഷണൽ ആന്തം ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥൻ. ഏതാ പാട്ട്? ജനഗണമനല്ലേ? കറക്റ്റ്. മായനെ ഇഷ്ടപ്പെടുന്ന കുറെ പ്രേക്ഷകരുണ്ട്. അപ്പൊ ഈ പ്രേക്ഷകരോട് എന്താണ് മായക്ക് പറയാനുള്ളത്? അവരുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇപ്പൊ ഇവിടം വരെ എത്തിയത്. എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും മാത്രമേ ഉണ്ടായി, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ, ഒത്തിരി വിജയങ്ങൾ ഉണ്ടാവട്ടെ, ഒത്തിരി സിനിമകൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സോ എവ്രിവൺ, ദിസ് ഇസ് മീ MC Anina and here we have Maya signing off from Prime Podcast. Thank you so much everyone. Bye bye to all. Thank you.